ഈശോ മിശിഹായിൽ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, ദൈവകൃപയുടെ സമൃദ്ധിയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകാൻ ഈ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയുള്ള ദിവസങ്ങളിലാണല്ലോ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഉപരി കൃപയും അനുഗ്രഹവും സ്വന്തമാക്കാം. നമ്മളിന്നും വായിച്ച് ധ്യാനിക്കുന്നത് ഈശോയാകുന്ന മാതൃകയെ പിൻചൊല്ലാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ശഠ്യത്തോടെ പരിശ്രമിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണല്ലോ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈശോയുടെ പരസ്യ ജീവിത ശുശ്രൂഷകളെക്കുറിച്ച് ഈശോ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യത്തേത് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ചത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായ ബന്ധിതർക്ക് മോചനം നൽകാനായിട്ട് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഈശോ തുടർന്ന് പറയുന്നുണ്ട്. ബന്ധിതർക്ക് മോചനം നൽകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടങ്ങളിൽ ജയിലറകളിൽ കിടന്ന ആരെയെങ്കിലും ഈശോ അവിടെ നിന്ന് പോയി മോചിപ്പിച്ചുകൊണ്ട് വന്നതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല, കാണുന്നില്ല. എന്നാൽ ഈശോ ഏത് വിധത്തിലുള്ള ബന്ധനാവസ്ഥകളിൽ നിന്നാണ് ആളുകളെ മോചിപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ അടുത്ത് എത്തിയ വിവിധങ്ങളായ ജീവിത പ്രശ്നങ്ങളാൽ ഉഴലുന്ന ആളുകൾ അവരെല്ലാവരും ശാന്തി സമാധാനവും സ്വന്തമാക്കി അവിടെ നിന്ന് തിരികെ പോയി എന്ന് നമ്മൾ തിരുവചനത്തിൽ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് ബന്ധിതർക്ക് മോചനം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു കാര്യം, ഈശോ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് രക്ഷ നൽകാനായതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെ അവിടെ നിന്ന് വിടുവിക്കാനുള്ള വലിയ ഒരു പരിശ്രമമാണ് ഈശോയിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈശോ വഴിയാണ് നമുക്ക് പാപബന്ധനത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നത്. വീണ്ടും ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഈശോയുടെ അടുത്തേക്ക് വന്ന വിവിധങ്ങളായ കാറ്റഗറി ആളുകളാണ്. രോഗത്തെ പ്രതി പ്രയാസപ്പെടുന്നവർ, മനക്ലേശങ്ങളിൽപ്പെട്ടവർ, നിരാശപ്പെട്ടു പോയവർ, അങ്ങനെ എന്ന് വേണ്ട ആകുലരും പീഡിതരും ദുഃഖിതരും ഒക്കെ ആയിട്ടുള്ള അസംഖ്യം ആളുകൾ ഈശോയുടെ അടുത്ത് വരികയാണ്. അവർക്കെല്ലാം ഈശോയുടെ സ്നേഹ സാന്നിധ്യം വലിയ ഒരു 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 സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കണം. നമുക്ക് ഒന്നാമത് ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണം. ബന്ധിതർക്ക് മോചനം എന്ന് ഈശോ പറയുമ്പോൾ നമ്മളും നല്ല മാതൃകകളായി തീരാൻ വേണ്ടി പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള പാവപ്പെട്ട മനുഷ്യരെ രോഗപീഠകളിൽ, ദുഃഖ ദുരിതങ്ങളിൽ, നിരാശയിൽ, അതുപോലുള്ള പല പ്രശ്നങ്ങളിൽ ഉഴലുന്ന ആളുകളെ അതിൽ നിന്ന് കരകയറ്റാൻ, ആശ്വസിപ്പിക്കാൻ, ഇതെല്ലാം നമുക്കും ഉള്ള ഒരു ദൗത്യമാണ് എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈശോ നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാകുവാൻ, ബന്ധനാവസ്ഥകളിൽ കഴിയുന്നവരെ അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സഹവാസത്തിലായിരുന്ന ഈശോ മിശിഹ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ, ബന്ധിതർക്ക് മോചനം നൽകാൻ. ഞങ്ങളും അങ്ങനെ ഒരു സദ്വാർത്തയായി തീരാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങൾ അനുദിന ജീവിതത്തിലൂടെ, ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, പരിശുദ്ധാത്മാവെ അങ്ങയോടൊത്തുള്ള സഹവാസത്തിലൂടെ അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിലും വിലപ്പെട്ടവരായിരിക്കാനും മനുഷ്യരുടെ മുമ്പിൽ വലിയ ആശ്വാസമായിരിക്കാനും ഞങ്ങൾക്കും അവിടുന്ന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.